കന്യാദാനം സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീല ശേഖരനെ കൊണ്ട് അടുക്കള ജോലികൾ ചെയ്യിക്കുന്നു. സുശീലയെപ്പോലെ തന്നെ തലതെറിച്ച മോൾ സോനയും സുശീലയ്ക്ക് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നു. ഇന്ദ്രനും സത്യനും ശ്യാമുമൊക്കെ നിലനിൽപ്പിന് വേണ്ടി സുശീലയുടെ താളത്തിനൊപ്പം തുള്ളുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്ദ്രന്റെ സ്വന്തം അച്ഛനാണ് ശേഖരൻ. സുശീല അമ്മയുമല്ല. എന്നിട്ട് പോലും ജന്മം നൽകിയ ആ മനുഷ്യനു വേണ്ടി ഒരു വാക്കുപോലും പറയാത്ത നായകനായ മകൻ. എവിടെയും നല്ലതിനു വേണ്ടി പൊരുതുന്നവനാണ് നായകൻ. എന്തിനു വേണ്ടിയാണ് ഇന്ദ്രൻ ഇപ്പോഴും സുശീലയുടെ വീട്ടിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നത്? അനുപമയുടെ പേരിലുള്ള വീട്ടിലാണ് അനുപമയും മകനും താമസിക്കുന്നത്. എന്നിട്ടും ഇന്ദ്രൻ കല്യാണം കഴിച്ച അനിയന്റെയും അനിയത്തിയുടെയും കൂടെ വന്ന് താമസിക്കുന്നു. ദിവസത്തിൽ 24 മണിക്കൂറും സുശീല പറയുന്നു സുശീലയുടെ വീടാണെന്ന്. സുശീല പ്രസവിച്ച മകനുമല്ല ഇന്ദ്രൻ. സ്വന്തം മകനെ കാണാതെ ഇന്ദ്രൻ എന്തിനാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്? 30 കൊല്ലം സുശീലയെയും മക്കളെയും കാണാതെ ജീവിച്ച ശേഖരനാണെങ്കിൽ സുശീലയുടെ പീഡനം സഹിച്ചു കിടക്കുന്നു. പഴയതുപോലെ ലോട്ടറി ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരു ചെറിയ വാടക വീടെടുത്ത് ശേഖരന് താമസിക്കാമല്ലോ. ശേഖരന് ഭക്ഷണത്തിൽ ഉറക്കുഗുളിക പൊടിച്ചിട്ട് സുശീല കൊടുക്കുന്നു. രാത്രിയിൽ ബോധം കെട്ടുറങ്ങുന്ന ശേഖരന്റെ ബാഗിലിരിക്കുന്ന 2 ലക്ഷം രൂപ കട്ടെടുക്കാൻ സുശീലയും ഹർഷയും കൂടി രാത്രിയിൽ 2 പേരെ അയക്കുന്നു. ശേഖരന് ലോട്ടറി അടിച്ച 1 ലക്ഷം രൂപയും സുശീല കട്ടെടുത്ത് കൊട്ടേഷൻ കൊടുത്ത കടം വീട്ടുകയാണ് ചെയ്തത്. അതും ഹർഷയ്ക്ക് കൊടുക്കുന്നു. ശേഖരന്റെ ആകെയുള്ള സമ്പാദ്യം 2 ലക്ഷം രൂപയും കട്ടെടുക്കാൻ സുശീല ആളെ വിടുന്നു. 3 ലക്ഷം രൂപയെങ്കിലും അയാൾ കൊണ്ടുവന്നില്ലേ? അത് നല്ല കാര്യങ്ങൾക്കല്ലേ ഉപയോഗിക്കേണ്ടത്? ഇതുപോലെ കൊട്ടേഷൻ കൊടുത്തും ചതിവും വഞ്ചനയും ചെയ്യുന്ന ഈ സ്ത്രീയെ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ വിജയിപ്പിച്ച് കാണിക്കുന്നത്? ഒരു വീട്ടുജോലി ചെയ്ത് ജീവിച്ചിരുന്ന സ്ത്രീ, മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. ഇവരെ പോലെ മറ്റുള്ളവരും ജീവിക്കണമെന്ന മെസ്സേജാണോ ഈ സീരിയൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരിക്കൽ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ പോയി. അതുമാത്രമാണ് ഇവർക്ക് ഇത്ര നാളും കൊണ്ട് കൊടുത്ത ശിക്ഷാ നടപടി. ഒടുവിൽ ശേഖരന്റെ 2 ലക്ഷം രൂപ കള്ളന്മാർക്ക് കിട്ടിയില്ലത്രേ. 2 ലക്ഷം രൂപ ശേഖരൻ അടുക്കളയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നതായി കാണിക്കുന്നു. അതിനുശേഷം ഹർഷയിൽ നിന്നും സുശീല അറിയുന്നു ബാഗിൽ 2 ലക്ഷം രൂപ ഇല്ലായിരുന്നു എന്നും 1300 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും. ശേഖരൻ സുശീലയെ ചതിച്ചതാണെന്ന് ഹർഷ പറയുന്നു. അതിനുള്ള ശിക്ഷയും കൂടി സുശീല ശേഖരന് കൊടുക്കുന്നു. അലക്കി അഴയിൽ വിരിക്കുന്ന തുണികൾ വീണ്ടും സുശീല നിലത്തിട്ട് ചീത്തയാക്കുന്നു. ശേഖരനോട് വീണ്ടും കഴുകാൻ പറയുന്നു. സൈക്കോ വിനയനെ ഗൾഫിലെ ജയിലിൽ നിന്ന് വരെ ഇറക്കിക്കൊണ്ടുവന്നു അനന്തൻ മാഷ്. പല പ്രാവശ്യം സ്വന്തം മകളെ കൊല്ലാൻ നോക്കി. മഞ്ചാടിയുടെ വീഡിയോ വിൽക്കാൻ നോക്കി. 15 ലക്ഷം രൂപ കുട്ടികളെ കത്തിവെച്ച് ഭയപ്പെടുത്തി വാങ്ങിച്ചു. എന്നിട്ടും എന്തിനാണ് ഇതുപോലെ ഒരുത്തിനെ അനന്തൻ മാഷ് വീണ്ടും സഹായിക്കുന്നത്? ഒരിക്കലും മാറാത്ത വൃത്തികെട്ട സ്വഭാവത്തിനുടമയാണ് സൈക്കോ വിനയൻ. എന്നിട്ടും മഞ്ചാടിയുടെ കല്യാണത്തിന് വെച്ച പൈസ വിനയന്റെ കടം വീട്ടാനായി കൊടുക്കാൻ പോകുന്നു അനന്തൻ മാഷ്. ഇതേ മഞ്ചാടിയുടെ കല്യാണത്തിന് വെച്ച പൈസയെന്നും പറഞ്ഞ് ഒരിക്കൽ രഘുവിന് കൊടുത്തതാണ്. വെറും ഒരു സ്കൂൾ മാഷായ അനന്തൻ മാഷിന്റെ കയ്യിൽ എപ്പോഴും ലക്ഷക്കണക്കിന് രൂപയുണ്ട്, പ്രത്യേകിച്ച് വിനയന് കൊടുക്കാൻ. എത്രയും വേഗം ഇതുപോലുള്ള ഒരുത്തിനെ മകളുടെ തലയിൽ നിന്നും ഒഴിവാക്കി എടുക്കുന്നതിന് പകരം അവനെയൊക്കെ വീണ്ടും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന അനന്തൻ മാഷിന് സത്യത്തിൽ മകളോട് ഇഷ്ടമാണോ അതോ ദേഷ്യമാണോ? വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.